കർഷകനായ കോൺഗ്രസ്സുകാരൻ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരനായ കർഷകൻ എങ്ങനെ വേണമെങ്കിൽ പറയാം. നമ്മുടെ അടുത്തിരിക്കുന്നത് ഇപ്പോൾ നിൽക്കുന്നത് DCC സെക്രട്ടറിയായ ശ്രീ വിൽസൺ കെ ജോണാണ്. അദ്ദേഹം പിറവത്തെ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡൻ്റായിരുന്നു. അതുപോലെ തന്നെ രാമംഗലം മുൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹം ഒരു കർഷകനാണ് എന്നുള്ളത് എനിക്ക് തോന്നുന്നത് അധികം പേർക്കൊന്നും അറിയില്ല. ചിലപ്പോൾ ഈ നാട്ടുകാർക്ക് അറിയും, പക്ഷേ നമ്മുടെ ഈ പിറവം മേഖല അല്ലെങ്കിൽ എറണാകുളം ജില്ലയിൽ പലർക്കും അറിയില്ല. അദ്ദേഹം 2.5 ഏക്കർ സ്ഥലത്ത് കോഴി ഫാം നടത്തുന്നുണ്ട്. ഏകദേശം 15,000-ഓളം കോഴികളെയാണ് അദ്ദേഹം വളർത്തുന്നത്. അതുപോലെ തന്നെ ഈ സ്ഥലത്ത് തന്നെ വാഴ, തെങ്ങ്, കവുങ്ങ്, അതുപോലുള്ള പൈനാപ്പിൾ അതുപോലുള്ള കൃഷികളെല്ലാം നടത്തുന്നുണ്ട്. അദ്ദേഹം നല്ലൊരു കർഷകനാണ്. സത്യം പറഞ്ഞാൽ കർഷകനാണെന്നുള്ളത് പലർക്കും അറിയില്ല. അദ്ദേഹത്തിനടുത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അദ്ദേഹം ഈ കാര്യത്തെക്കുറിച്ചൊക്കെ കാര്യങ്ങൾ സംസാരിക്കുന്നതാണ്. ഞാൻ വിൽസൺ കെ ജോൺ. 2018 ഞാനിവിടെ ഈ ഫാം ആരംഭിക്കുന്നത്. എനിക്കിത് പൂർവിക സ്വത്തായി ലഭിച്ച ഈ 2.5 ഏക്കർ സ്ഥലം, ഇതിനകത്ത് റബ്ബറായിരുന്നു പ്രധാനമായ കൃഷി. തെങ്ങ് 60ഓളം തെങ്ങുകളുണ്ടായിരുന്നു. പക്ഷേ റബ്ബറിൽ നിന്നുള്ള വരുമാനം, എൻ്റെ വില കുറഞ്ഞു. അതുപോലെ മൊത്തത്തിൽ വരുമാനം കുറഞ്ഞപ്പോൾ എൻ്റെ റബ്ബർ വെട്ടുകാരൻ തന്നെ മുൻകൈ എടുത്തിട്ടാണ് നമുക്ക് ഫാം ആരംഭിക്കാം എന്ന് പറഞ്ഞതിൽ വലിയ കാറ്റുവീഴ്ച ഉണ്ടായപ്പോൾ കുറേയധികം മരങ്ങൾ ഒടിഞ്ഞുപോയി. അപ്പോൾ ഈ ഫ്രീ ആയി കിടക്കുന്ന സ്ഥലത്ത്, റബ്ബർ മരം ഒടിഞ്ഞ് തകർന്ന് കിടക്കുന്ന സ്ഥലത്ത് നമുക്ക് കോഴി ഫാം ഇടാമെന്ന് പറഞ്ഞ് അങ്ങനെ തുടങ്ങിയതാണ്. ഇപ്പോൾ അത് 2020 കൂടി അത് 15,000 കോഴി ഇടുന്ന വലിയ 4 ഷെഡുകൾ. ഈ 4 ഷെഡുകളിലായിട്ട് അത് നമ്മുടെ ഒരു കീഴിലത്തുള്ള ഇലവുംപറമ്പിൽ ഏജൻസീസാണ് കുഞ്ഞുങ്ങളെ തരുന്നത്. അവർ അതിൻ്റെ തീറ്റയും തരും. അപ്പോൾ നമ്മൾ ആ റബ്ബർ വെട്ടുകാരൻ്റെ സഹായത്തോടു കൂടി ഇവിടെ എല്ലാ ദിവസവും ഇവിടെ ഇതിൻ്റെ മേൽനോട്ടം വഹിച്ച് നമ്മൾ ഈ കൃഷി ഏറ്റവും ഭംഗിയായിട്ട് വളരെ നല്ല നിലയിൽ ഇത് പോകുന്നു. ഇതുകൊണ്ടുള്ള ഏറ്റവും വലിയ പ്രയോജനം, സ്ഥിരമായ കൃത്യമായ ഒരു വരുമാനം നമുക്കിതിൽ നിന്നും എല്ലാ 2 മാസത്തിലൊരിക്കൽ കൃത്യമായും ഇതിൽ നിന്നും ഒരു വരുമാനം നമുക്ക് കിട്ടും. പിന്നെ ഇതിലപ്പുറം ഇതിൻ്റെ മറ്റ് ബൈ പ്രോഡക്ട്സ്, ഇതിൻ്റെ വളം ഉൾപ്പെടെയുള്ളത് നമ്മുടെ ഈ 2.5 ഏക്കർ വരുന്ന പറമ്പിൽ 1 ഏക്കർ ഉള്ള സ്ഥലത്ത് ഈ ഷെഡ് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗത്ത് ഉള്ള തെങ്ങ്, അതുപോലെ തന്നെ കവുങ്ങ്, അതുപോലെ വാഴ, ഈ ഷെഡിന് ഏറ്റവും പ്രയോജനം കിട്ടുന്ന രീതി, ഷെഡിൽ വലിയ ചൂട് ഉണ്ടാകാതെ വെയിലടിക്കാതിരിക്കാൻ ഷെഡിൻ്റെ ചുറ്റും വലിയ വാഴ വെച്ച് കൊടുത്തിരിക്കുന്നു. ആ വാഴയ്ക്ക് ഒക്കെ ഈ കോഴിവളം നമ്മൾ വാരിയിടുന്നു, കുറച്ച് മണ്ണും ഇടുന്നു. വർഷം ഒരു നല്ല തുക വാഴകൃഷിയിൽ തന്നെ നമുക്കിതിൽ നിന്ന് ലഭിക്കുന്നു. അതുപോലെ തന്നെ ഇതിനകത്ത് പൈനാപ്പിൾ, റബ്ബറെല്ലാം ഒഴിവാക്കി പൈനാപ്പിൾ കൃഷി സ്ഥിരമായിട്ട് ചെയ്യുന്നു. നമ്മുടെ ഈ പറമ്പിലുള്ള ഈ വളം തന്നെ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. രാസവളം നമ്മളിതിന് കാര്യമായിട്ട് ഉപയോഗിക്കാതെ ഈ കോഴിവളം തന്നെ ഉപയോഗിച്ച് ഇതിൽ കവുങ്ങിൻ്റെ കൃഷിയും, അതുപോലെ തെങ്ങ് നല്ല രീതിയിൽ തെങ്ങ് കായ്ക്കുന്നുണ്ട്. അതുപോലെ കവുങ്ങും നന്നായിട്ട് നിൽക്കുന്നു. അതുപോലെ ഈ വാഴ കൃഷിയും, ഒപ്പം തന്നെ റംബുട്ടാൻ ഉൾപ്പെടെയുള്ള എല്ലാ തരം കൃഷികളും ഇതിനകത്ത് ഈ പറമ്പിനകത്ത് നന്നായി ചെയ്യുന്നുണ്ട്. അതുപോലെ ഫിഷ് ഫാം നന്നായിട്ട് നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് എല്ലാം ഉപകരിക്കുന്ന രീതിയിൽ ഒരു ഫിഷ് ഫാം ഇതിനകത്ത് ക്രമീകരിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ നല്ല രീതിയിൽ ഇത് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. എല്ലാ ദിവസവും എത്ര തിരക്കാണെങ്കിലും ഞാൻ ഒന്നുകിൽ അതിരാവിലെ നടക്കാനിറങ്ങുമ്പോൾ ഇവിടെ വരികയും ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഒരു ഫാമിലി, ആസാം ഫാമിലി ഇവിടെയുണ്ട്. അവർ പണികളെല്ലാം ചെയ്യും. അത് വന്ന് അതിൻ്റെ മേൽനോട്ടം വഹിക്കും. രാവിലെ എത്താൻ പറ്റിയില്ലെങ്കിൽ എത്ര വൈകി രാത്രിയാണെങ്കിലും ഇവിടെ വന്ന് ഇതെല്ലാം ഫംഗ്ഷനെല്ലാം ഭംഗിയായിട്ടാണോ പോകുന്നതെന്നുള്ളത് കൃത്യമായി നോക്കും. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമുള്ളതിൻ്റെ ഇലക്ട്രിസിറ്റി പ്രോബ്ലം. അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ, ഇപ്പോൾ കുഞ്ഞുങ്ങളിട്ടിട്ട് 6 ദിവസമാണ് ആയിട്ടുള്ളത്. ഇപ്പോൾ ഇലക്ട്രിസിറ്റി പോയാൽ ഇതിന് ചൂട് ആവശ്യമാണ്. കുഞ്ഞുങ്ങളുടെ ആദ്യ ടൈമിലെ വളർച്ചയ്ക്ക് 10-15 ദിവസത്തേക്ക് ചൂട് ആവശ്യമാണ്, ലൈറ്റ് ആവശ്യമാണ്. അപ്പോൾ അത് ഇല്ലാതെ വന്നാൽ പ്രശ്നം. അപ്പോൾ അത് നമ്മൾ കറക്റ്റ് സമയത്ത് അതെല്ലാം നോക്കണം. അതോടൊപ്പം ഉള്ള ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്, ചകിരിച്ചോറാണ് ഇതിൽ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത്. കാരണം മറ്റ് അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ, മറ്റേ അറക്കപ്പൊടി ഉപയോഗിച്ചാൽ അതിൻ്റെ പൊടിയും മറ്റുമൊക്കെ കോഴി ശ്വസിച്ച് വലിയ രോഗങ്ങൾ, ന്യൂമോണിയൊക്കെ കോഴിക്കുഞ്ഞുങ്ങൾക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. ചകിരിച്ചോറാണ് പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ ചകിരിച്ചോറ് കിട്ടാനില്ല. അപ്പോൾ കർണാടകയിൽ നിന്നാണ് ചകിരിച്ചോറ് കൊണ്ടുവരുന്നത്. വലിയ വിലയാണ് അതിന് കൊടുക്കേണ്ടി വരുന്നത്. ഇത് സ്വാഭാവികമായും ഇതിന് ഗവൺമെൻറ്റിൻ്റെ ഒരു വലിയ സഹായം ഇതിന് കിട്ടുന്നില്ല എന്നുള്ളതാണ് കോഴി കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഇത് ചെറുകിട വ്യവസായത്തിൽപ്പെടുത്തിയിരുന്നു. നമ്മുടെ ഈ പറമ്പ് പൂർവികരായിട്ട് കിട്ടിയ ഈ പറമ്പ് 2.5 ഏക്കറിൽ 1 ഏക്കറോളം ഈ ഷെഡ് ഇട്ടിരിക്കുന്നു. ഇവിടെ ഇത് കൃഷികൾ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ഈ കോഴി കൃഷി ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായും ഇതൊരു കൃഷിയായി കണ്ട് തന്നെ ഒരു ചെറുകിട കർഷകൻ്റെ
പ്രവർത്തനമാണ്. അത് കൃഷിയായി കണ്ട് തന്നെ അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള ഗവൺമെൻറ് നടപടികളില്ല എന്നുള്ളതാണ് കോഴി കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അവർക്ക് ഇതിൻ്റെ ടാക്സ് അത് ഏർപ്പെടുത്തിയിരിക്കുന്നു, അതുപോലെ ലോണിന് മറ്റ് സഹായങ്ങളൊന്നുമില്ല. ഇത് ഇപ്പോൾ ഈ ഷെഡ് തന്നെ 20,000 സ്ക്വയർ ഫീറ്റ് 4 വലിയ ഷെഡുകളായിട്ട് 15,000 കോഴിയിടാവുന്ന ഈ 20,000 സ്ക്വയർ ഫീറ്റ് ഷെഡുണ്ട്. ഇതിന് വലിയ മുതൽ മുടക്ക് ഉള്ളതാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഒരു പ്രോത്സാഹനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഈ കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. എന്തായാലും ഇത് ഭംഗിയായിട്ടാണ് ഇവിടെ പോകുന്നത്. അതിന് കൃത്യമായ പരിചരണവും ബാക്കി കാര്യങ്ങളും അതിൻ്റെ കൊടുത്ത് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ഒരു നല്ല വരുമാനം, കുടുംബത്തിനൊരു സ്ഥിരമായ വരുമാനം നമുക്കെല്ലാ കാലത്തും കൃത്യമായും ഇതിൽ നിന്ന് ലഭ്യമാകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ നേട്ടം.